ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു ബൈക്ക് പോളിഷിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കമന്റ് ചെയ്തു, അതായത് ബൈക്കിന്റെ ഈ ഫൈബർ പാർട്സ് പെയിന്റ് ഇല്ലാത്ത ഭാഗങ്ങൾ എന്താ ചെയ്യുന്നത്. കാരണം ഈ സ്കൂട്ടറിന്റെ അതുപോലെ തന്നെ ബൈക്കിന്റെ ഒക്കെ ഈ ഫൈബർ പാർട്സ് ഒക്കെ പെട്ടെന്ന് നരച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഫ്രണ്ടിലെ പെയിന്റിനൊന്നും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകത്തില്ല, പക്ഷേ ഈ ഒരു ഭാഗം പെട്ടെന്ന് നരച്ചു പോകും. ഈ ഒരു വിഷയം ശരിക്കും ഏറ്റവും കൂടുതലുള്ളത് ഹോണ്ടയുടെ ആക്ടിവയ്ക്ക് അല്ലെങ്കിൽ ഡിയോ ഇങ്ങനെയുള്ള വണ്ടികൾക്കാണ് വിഷയങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും പിന്നെ വണ്ടി കഴുകിയതിന് ശേഷമാണെങ്കിലും ഈ ഒരു ഭാഗം പിന്നെ കുറച്ച് വെയിലടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നരച്ചു പോകും. ഇത് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലെ ഭാഗം പോളിഷ് കഴിഞ്ഞാലും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ഭയങ്കര സൂക്ഷിച്ച് ഒന്നിനും കൊള്ളാണ്ടായിരിക്കും ഇരിക്കണേ. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം എങ്ങനെ പുതിയതായിട്ട് നിലനിർത്താമെന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണത് നമ്മൾ. അപ്പം നോർമലി കുറേ പേരൊക്കെ ചെയ്യുന്നത് മണ്ടത്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഈ ഒരു സംഭവം കൊണ്ട് പെയിൻറ്റ് അടിക്കുക എല്ലാവരും തന്നെ. അപ്പോൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞ് വിഷയം എന്ന് പറയുന്നത് അകലെ നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ, പക്ഷേ അടുത്ത് നോക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് നാൾക്ക് ശേഷം നോർമലി വെയിലടിച്ച് കഴിഞ്ഞ് വണ്ടിയൊക്കെ കഴുകി അങ്ങനെ ഒരു നോർമലി ആ ഒരു കാലക്രമേണ ആ ഒരു പെയിൻറ്റുകൾ ഓരോ ഭാഗത്തുനിന്ന് പൊളിഞ്ഞു വരും. അത് കഴിയുമ്പോൾ ഈ പാമ്പ് പടം പൊഴിക്കുന്നതാണ് ഓരോ ഭാഗത്തുനിന്നും പൊളിഞ്ഞു വരും. അത് നോർമലി കുറച്ച് നാൾ കഴിയുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും ഈ ഒരു സംഭവം. അപ്പോൾ അതിലൊക്കെ വെച്ച് നല്ലത് എനിക്ക് തോന്നിയിട്ട് ആ ഒരു ഭാഗം പീസ് അങ്ങ് മാറ്റി പുതിയത് മേടിച്ച് വെക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ അതിനേക്കാളും നല്ലൊരു ഓപ്ഷനാണ്, അതായത് പുതിയതാക്കാൻ പറ്റില്ല എങ്കിലും നമുക്കൊരു 60% അല്ലെങ്കിൽ ഒരു 70% മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടോമാക്സിൻ്റെ ഡാഷ്ബോർഡ് പോളിഷ് എന്ന് പറഞ്ഞ സാധനമാണ്. ഈ ഒരു സാധനത്തിന് ഏകദേശം ഒരു 150 രൂപ വില വന്നിട്ടുണ്ട്. ഇത് ശരിക്കും കാറിൻ്റെ ഡാഷ്ബോർഡ് പോളിഷ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ ഒരു സംഭവമാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോഞ്ചാണ്. ഈ ഒരു സ്പോഞ്ച് ഞാൻ ശരിക്കും ഒരു അപ്പോളിസ്റ്റർ കട, നമ്മുടെ ഈ വണ്ടിയുടെ സീറ്റൊക്കെ തയ്ക്കുന്ന കടയിൽ ഈ ഒരു സ്പോഞ്ച് കിട്ടും. ചെന്ന് കഴിഞ്ഞാൽ ഒരു പീസ് വെറുതെ വന്നു പൈസ കൊടുക്കേണ്ട വെറുതെ കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഒരു പീസാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഈ ഡാഷ്ബോർഡ് പോളിഷ് ചെയ്യാനായിട്ട്. സോ വേസ്റ്റ് തുണി ഉപയോഗിക്കരുത്, കാരണം വേസ്റ്റ് തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാരുകൾ ഈ ഒരു കിറ്റക്കട ഫുള്ളായിട്ട് പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു സ്പോഞ്ചിലേക്ക് ഈ പറഞ്ഞ ഡാഷ്ബോർഡ് പോളിഷ് കുറച്ച് അപ്ലൈ ചെയ്യുക. കുറച്ച് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ചെയ്യേണ്ട പാർട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങാം. ഈ ഒരു ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ നര വന്നേക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങാം. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് തേച്ച് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം. അത്യാവശ്യം ബലം പ്രയോഗിച്ച് തന്നെ ചെയ്യണം. നിങ്ങൾ ഈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇവിടെ കുറച്ച് നരച്ചിരിക്കുന്നുണ്ട്, ഈ ഒരു ഭാഗം കുറച്ച് നന്നായിട്ട് കറുത്താണ് തന്നെ. അപ്പം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഫുൾ പീസ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പീസ് നമ്മളിന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫൈബർ പാർട്ട്, അതുപോലെ തന്നെ ഈ ഒരു മെയിൻ പാർട്ട്, പിന്നെ ഈ ഒരു ഭാഗം വന്നിട്ടുണ്ട്, അതുപോലെ ഇപ്പുറ സൈഡിൽ അതുപോലെ തന്നെ ഒരു ഭാഗമുണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗം, പിന്നെ ഈ ഒരു ബാക്കിലൊരു പീസ്. ഇത്രയാണ് ശരിക്കും ഈ ഡിയോയ്ക്കകത്ത് വന്ന ഫൈബർ പീസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഭാഗമാണ് മൊത്തമായിട്ട് നരച്ചു പോകണം, അതായത് സ്കൂട്ടറിൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ നരച്ചു പോകണം ഈ ഇത്രയും ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ ഇതുപോലെ മോട്ടോമാക്സ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഡാഷ്ബോർഡിലേക്ക് നന്നായിട്ട് പ്രൊസീഡ് ചെയ്ത് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി വീഡിയോ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി നന്നായിട്ട് കഴുകണം. അതായത് നമ്മുടെ ഈ പോളിഷ് ചെയ്യുന്ന ഭാഗം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു പറഞ്ഞ ഡാഷ്ബോർഡ് പോളിഷ് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ ചെളിയൊക്കെ അവിടെ തന്നെ ഇരിക്കും, പോകത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുക.
അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല വ്യത്യാസം തോന്നിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നേരത്തെ നരച്ചു ചേർന്നിരുന്നു. അപ്പോൾ ഇപ്പം നല്ല രീതിക്ക് ബ്ലാക്ക് ഇല്ല, നല്ല ഫുള്ളായിട്ട് ബ്ലാക്ക് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി താഴത്തെ പീസൊക്കെ ഫുള്ളായിട്ട് ചെയ്യാം. ഞാൻ വണ്ടിയിൽ ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. കാര്യം പറഞ്ഞാൽ നിങ്ങളിത് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ വീണ്ടും അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു സംഭവത്തെ ഒരു ചെറിയൊരു ഒട്ടലുണ്ടായിരിക്കും, ഒരു എണ്ണമയം കാണും. നിങ്ങളിപ്പോൾ മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ആ ഒരു ഏരിയ ഫുള്ളായിട്ട് നല്ലതായിട്ട് ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 60% അല്ലെങ്കിൽ ഒരു 70% വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുത്തൻ സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ സംഭവം ചെയ്തതിന് ശേഷം ഇതിലൊരു എണ്ണമയം പോലെ ഒരു സംഭവം ഉണ്ടായിരിക്കും. കാരണം അത് ശരിക്കും കാറിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഡാഷ്ബോർഡ് പോളിഷ് ആയതുകൊണ്ടാണ്. അതൊരു നോർമലി ഒരു 2 ദിവസം നമ്മൾ വണ്ടി ഓടിച്ചു നടക്കുമ്പോൾ ആ വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ നോർമലി അത് പഴയ രീതിയിലോട്ട് വന്നോളും. വലിയ കുഴപ്പമില്ലാണ്ട് ആ ഹോട്ടലിൽ പൊക്കോളും. എല്ലാം അങ്ങനത്തെ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇതൊരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. പിന്നെ ഇത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 2 മാസം കൂടുമ്പോൾ ഇടയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇതുപോലെ സംഭവം നിലനിൽക്കുള്ളൂ. പിന്നെ ഈ സാധനം നിങ്ങൾ ഈ ഒരു നര മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കഴിവതും വെയിലത്തൊന്നും കൊണ്ട് വെക്കാണ്ടിരിക്കുക. മാക്സിമം തണലത്തൊക്കെ വണ്ടി കൊണ്ട് വെക്കാം. എപ്പോഴും വെയിലടിച്ച് കഴിയുമ്പോഴാണ് ഇതുപോലെ സംഭവം നരച്ചു പോണേ. അപ്പോൾ ഒരിക്കലും പെയിൻ്റ് അടിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം പെയിൻ്റ് അടിക്കുന്നതിനേക്കാളും ചിലവറായിരിക്കും ചിലപ്പം ഈ ഒരു സംഭവം പുതിയത് മേടിച്ച് വെക്കണേ. അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം സാധനങ്ങൾ ഉപയോഗിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് പറഞ്ഞു. ഒന്ന് ഈ ഒരു നോർമൽ സ്പോഞ്ച്, പിന്നെ അതുപോലെ മോട്ടോമാക്സിൻ്റെ ഡാഷ്ബോർഡ് പോളിഷാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 സാധനം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിന് 150 രൂപ വില ഉണ്ട്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ സർക്കാരുടെ ഈ സാധനം കിട്ടും, ഫ്രീ ആയിട്ട് സാധനം കിട്ടും.
അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.